സനോജ്, ഇതുവരെ ഉണ്ടായിരുന്ന സംഭവഗതികൾ ഈ 64 കഷ്ണം അസ്ഥികൾ അടക്കമുള്ളവ, പക്ഷേ അത് ആരുടേതാണ്? അത് ഒരാളുടേത് മാത്രമാണോ? അതടക്കമുള്ള അത് സ്ത്രീകളുടേതാണോ? ഈ കാണാതായ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. ഇതൊക്കെ പരിശോധനകൾ മാത്രമേ ബോധ്യമാവുകയുള്ളൂ. പക്ഷേ ഇതുവരെയുള്ള ദുരൂഹത അഴിയാത്തൊരു സാഹചര്യവും കൂടുതൽ ദുരൂഹത സൃഷ്ടിക്കുന്നതുമായ വസ്തുതകളുമാണ് നമുക്കെത്തുന്നത്. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്തൊക്കെയാണ് അനൗദ്യോഗികമായി അറിയാനാകുന്നത് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട്? അജിംഷാദ്, ആദ്യഘട്ടത്തിൽ ഈ സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലുമായി യാതൊരു തരത്തിലും സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു രോഗിയായ മനുഷ്യനാണ്, പ്രത്യേകിച്ച് ഷുഗർ അദ്ദേഹത്തിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നതിന് പോലീസിന് വലിയ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രാഥമിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ്റെ ഉടമസ്ഥതയിലുള്ള പുരയിടത്തിൽ ആദ്യം നടത്തിയ പരിശോധനയിൽ അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും കോടതി സെബാസ്റ്റ്യനെ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി കോടതിയിൽ കാര്യങ്ങൾ ധരിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞു. പ്രത്യേകിച്ച് പ്രാഥമിക തെളിവുകൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് അന്വേഷണം എത്തുന്നത് എന്ന തരത്തിൽ കോടതിയിൽ കാര്യങ്ങൾ പോലീസിന് ധരിപ്പിക്കാൻ കഴിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സെബാസ്റ്റ്യനെ കൂടുതൽ ദിവസങ്ങൾ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ട് ലഭിക്കണമെന്ന ഒരു നിർദ്ദേശം കോടതിക്ക് മുൻപാകെ വയ്ക്കുകയുമായിരുന്നു. കോടതി ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഈ മാസം 7-ാം തീയതി വരെ സെബാസ്റ്റ്യനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ്റെ പുരയിടത്തിൽ നടത്തിയ പരിശോധനയിൽ, പലയിടങ്ങളും കുഴിച്ചു നടത്തിയ പരിശോധനയിൽ മറ്റു ഒരു ഇടത്തു നിന്നും അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ 2 പേരുടെ അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ചില നിർണായകമായ മറ്റ് തെളിവുകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യൻ്റെ കിണറിൽ നടത്തിയ പരിശോധനയിൽ സ്ത്രീയുടേതെന്ന് സംശയിക്കുന്ന വസ്ത്രങ്ങളുടെ ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോലീസ് കൃത്യമായി ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനുവേണ്ടി അത് അയക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. ആദ്യം ലഭിച്ച അസ്ഥികഷ്ണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കോട്ടയത്തു നിന്നും കാണാതായ ജൈനമ്മയുടേതാണ് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് DNA സാമ്പിളുകൾ, ജൈനമ്മയുടെ ബന്ധുമിത്രാദികളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അവരുടെ DNA സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പക്ഷേ അങ്ങനെ പരിശോധനയ്ക്ക് അയക്കുമ്പോഴും ഈ ആദ്യം ലഭിച്ച ഈ അസ്ഥികഷ്ണത്തിൽ നിന്നും പല്ലിന് കമ്പി കെട്ടിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ജൈനമ്മ അങ്ങനെ പല്ലിന് കമ്പി കെട്ടിയിട്ടുള്ള ആളല്ലായിരുന്നു എന്ന തരത്തിലുള്ള ഒരു സംശയം പോലീസിനുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഇത് ജൈനമ്മയുടേതാണോ എന്ന് തെളിയിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിനിടയിലാണ് മറ്റ് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ കൂടി പോലീസിൻ്റെ മുന്നിലേക്ക് വരുന്നത്. ഇങ്ങനെ വന്നപ്പോഴാണ് ഐഷ എന്ന് പറയപ്പെടുന്ന മറ്റൊരു സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ ഈ ഐഷയുടെ പല്ലിൽ കമ്പി കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആദ്യം ലഭിച്ച അസ്ഥികഷ്ണങ്ങൾ ഐഷയുടേതാവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഐഷയുടെ ബന്ധുമിത്രാദികളുടെ DNA സാമ്പിളുകൾ കൂടി പോലീസ് ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഈ DNA സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഈ കേസിൽ നിർണായകമാണ്. ഈ കേസിനെ സംബന്ധിച്ച് ഈ ആദ്യം കണ്ടെത്തിയ അസ്ഥികഷ്ണങ്ങൾ ആരുടേതാണ്, ജൈനമ്മയുടേതാണോ അല്ലെങ്കിൽ മറ്റ് ആരുടെയെങ്കിലും ആണോ എന്നതിനെ സംബന്ധിച്ചുള്ള ഫലം ഈ DNA സാമ്പിളുകളെ ആശ്രയിച്ചിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണവുമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുക. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ പ്രതി പോലീസിൻ്റെ അന്വേഷണവും ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ കൂടിയും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിനോട് പ്രതി സെബാസ്റ്റ്യൻ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി അനൗദ്യോഗികമായി സംസാരിച്ചപ്പോൾ നമുക്ക് ലഭിച്ച വിവരം. മാത്രമല്ല, ഇന്നലെ പള്ളിപ്പുറത്തെ പരിശോധനകൾക്ക് ശേഷം രാത്രി വൈകിയാണ് സെബാസ്റ്റ്യനെ കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൻ്റെ ആസ്ഥാനത്തെത്തിച്ചത്. അതിനുശേഷം ഇന്ന് രാവിലെ അവരുടെ പതിവ് രീതി, അതായത് അന്വേഷണ സംഘത്തിൻ്റെ പതിവ് രീതി എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തെ രാവിലെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നതിന് ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു. പിന്നീട് അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജൈനമ്മയിലേക്ക് കാര്യങ്ങൾ, ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസ് എത്തിപ്പെടാനിടയാക്കിയ സാഹചര്യമെന്ന് പറയപ്പെടുന്നത് ഈ ഫോൺ, അതായത് ജൈനമ്മയുടെ നഷ്ടപ്പെട്ട ഫോൺ
ഈ സെബാസ്റ്റ്യൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ജൈനമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ ഭാഗമായി ഇടയ്ക്ക് ഈ ജൈനമ്മയുടെ ഫോണിൽ നിന്നും ജൈനമ്മയുടെ ബന്ധുമിത്രാദികളുടെ ഫോണിലേക്ക് മിസ് കോൾ അടുപ്പിക്കുന്ന ഒരു സ്വഭാവം സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന വിവരം ബന്ധുമിത്രാദികൾ കൃത്യമായി പോലീസിനെ അറിയിക്കുകയും പോലീസ് ഈ ഫോൺ ഓണാക്കുന്നത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയുമായിരുന്നു. അതിനിടയിലാണ് ഈരാറ്റുപേട്ടയിലെ ഒരു മൊബൈൽ സ്ഥാപനത്തിലെത്തി ഈ സെബാസ്റ്റ്യൻ ഫോൺ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഓണാക്കുന്ന സാഹചര്യമുണ്ടായത്. അവിടെ നിന്നും ഓണാക്കുന്ന വേളയിൽ ഇന്ന സ്ഥലത്തെ ടവർ ലൊക്കേഷനിൽ ഈ ഫോൺ ഓണായിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഈ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഈരാറ്റുപേട്ടയിലെ മൊബൈൽ കടയിൽ നിന്നും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചത്. അത് ഈ കേസിൽ നിർണായകമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തീർച്ചയായും അങ്ങനെയാണ് സ്ഥാപനത്തിൽ ഈ സെബാസ്റ്റ്യനിലേക്ക് എത്തുന്നതും. വളരെ സമഗ്രമായാണ് ഷാജഹാനും സനോജ് സുരേന്ദ്രനും ഈ വിഷയത്തെ വിവരങ്ങൾ പങ്കുവച്ചത്.